വടകരയിലെ സ്ത്രീകളെ സംബന്ധിച്ച് പി ജയരാജൻ നടത്തിയ ആക്ഷേപപരമായ പരാമർശത്തിന് LDF സ്ഥാനാർത്ഥി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. CPM നേതാവ് ശ്രീ ജയരാജൻ വടകരയിലെ സ്ത്രീകളെ വെണ്ണപ്പാളി സ്ത്രീകൾ എന്ന് ഫേസ്ബുക്കിലൂടെ സ്വന്തം അക്കൗണ്ടിൽ വേറെ ആരെങ്കിലും വിളിച്ചൊരു മുദ്രാവാക്യത്തെ പറഞ്ഞു. ഒരു പ്രകടനത്തിൽ സ്പ്ലിറ്റ് ഓഫ് ദ സെക്കൻഡിലുണ്ടായ മുദ്രാവാക്യം, അതും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല, ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല എന്ന് പറയുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളുടെ തെറ്റായ വാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്ക്, തെറ്റായ വാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്കാണ് എന്നെ വിമർശിച്ചു. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും ഇവിടുത്തെ മുൻ സ്ഥാനാർത്ഥിയും വെണ്ണപ്പാളി പെണ്ണുങ്ങൾ എന്ന് ഈ വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്റെ എതിർ സ്ഥാനാർത്ഥി അതിനൊന്ന് ഡിസോൺ ചെയ്യാൻ തയ്യാറാവാതിരുന്നു. കേട്ട് കേൾവിയോ മുദ്രാവാക്യത്തിൽ ഒരു വാക്കോ വാചകോ അല്ലല്ലോ. ഒരു സീനിയർ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെയും സ്വാഭിമാന ബോധമുള്ള, അധ്വാനിച്ച് ജീവിക്കുന്ന, ജോലി ചെയ്ത് ജീവിക്കുന്ന വടകരയിലെ മൊത്തം സ്ത്രീകൾ അവരെ വെണ്ണപ്പാളി പെണ്ണുങ്ങൾ എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പത്രസമ്മേളനം വിളിച്ചു ക്ഷമിക്കണം, സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തേ ഒന്ന് ഡിസോൺ ചെയ്യാൻ പോലും തയ്യാറാവാതിരുന്നു. വടകരയിലെ സ്ത്രീകളെ വെണ്ണപ്പാളികൾ എന്നാണ് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശേഷിപ്പിച്ചത്. തൊഴിലുറപ്പ് സ്ത്രീകളെ നിർബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുവരുന്ന സംബന്ധിച്ച് UDF റാലിയിൽ പങ്കെടുത്ത ചിലർ മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങൾ അപ്പോൾ തന്നെ തള്ളി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. സോണിയാഗാന്ധിയുടെയും മൻമോഹൻ സിംഗിന്റെയും കോൺഗ്രസ് സർക്കാരിന്റെയും സ്വപ്ന പദ്ധതിയാണിത്. ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം ഉച്ചാടനം ചെയ്യാൻ രൂപം നൽകിയ ഈ പദ്ധതിയെ കുറിച്ച് ഞങ്ങൾക്ക് എന്നും അഭിമാനം മാത്രമാണ് ഉള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി 400 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് വാഗ്ദാനമെന്നും ഷാഫി പറഞ്ഞു. വടകര പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. പ്രസ് ക്ലബ് പ്രസിഡന്റ് പ്രദീപ് ചോമ്പാല അധ്യക്ഷത വഹിച്ചു. രാജീവൻ പറമ്പത്ത് സ്വാഗതവും രംഗീഷ് V നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് പാനൂർ.